ഒരു മെസ്സേജ് അയക്കുന്നത് മുതൽ സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഭക്ഷണം ഓർഡർ ചെയ്യാനും ജോലി ചെയ്യാനും എല്ലാം ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വന്നതോടെ കുറച്ചുകൂടി എളുപ്പം. എല്ലാം ഓൺലൈൻ തന്നെ. പക്ഷെ അപ്രതീക്ഷിതമായി ആ AI ലോകം മിണ്ടാതായാലോ? അതുതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. ആമസോണിൽ ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞില്ലേ? സ്നാപ്ചാറ്റ് തുറക്കാനായില്ലേ? ക്യാൻവ ഡിസൈൻ ടൂളുകൾ ഫ്രീസായോ? ഗെയിം കളിക്കുന്നതിനിടെ സെർവർ എറർ കാണിച്ചോ? നിങ്ങൾ മാത്രമല്ല ഈ പ്രശ്നം നേരിട്ടത്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഉപയോക്താക്കളാണ് ഈ അവസ്ഥയിലൂടെ കടന്നുപോയത്. ഒരേ സമയം ആയിരക്കണക്കിന് സർവീസുകൾ നിലച്ചുപോയി. ഡിജിറ്റൽ ലോകത്തിന്റെ നട്ടെല്ലായ ആമസോൺ വെബ് സർവീസിലെ തകരാറാണ് പ്രശ്നത്തിന് കാരണം. AWS തകരാറിന്റെ ആഘാതം കാരണം AI സെർച്ച് എഞ്ചിനായ പെർപ്ലെക്സിറ്റി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ സ്നാപ്ചാറ്റ്, ക്രിയേറ്റീവ് ഡിസൈൻ ടൂൾ ക്യാൻവ തുടങ്ങിയവയെല്ലാം നിലച്ചു. ഫോർട്ട്നൈറ്റ് ഗെയിമിനിടെ കളിക്കാർക്ക് സെർവർ എറർ നേരിടേണ്ടി വന്നു. സിഗ്നലിന്റെ എൻക്രിപ്റ്റഡ് മെസ്സേജിങ്ങിലും റോബ്ലോക്സിന്റെ വെർച്വൽ വേൾഡുകളും ഇതിൽ ഉൾപ്പെട്ടു. കൂടാതെ ആമസോണിന്റെ പ്രൈം വീഡിയോയുടെ സ്ട്രീമിംഗ് സേവനത്തിലും തടസ്സം നേരിട്ടു. സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായ പെർപ്ലെക്സിറ്റി AI കമ്പനിയാണ് ഇക്കാര്യം ആദ്യമായി സ്ഥിരീകരിച്ചത്. പെർപ്ലെക്സിറ്റി ഇപ്പോൾ ഡൗൺ ആണ്. കാരണം AWSലെ പ്രശ്നങ്ങൾ തന്നെയാണ്. പരിഹാരം കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്നതായിരുന്നു CEO അരവിന്ദ് ശ്രീനിവാസ് എക്സ് പ്ലാറ്റ്ഫോമിൽ അറിയിച്ചത്. AWSന്റെ സ്റ്റാറ്റസ് ഡാഷ്ബോർഡിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം പ്രശ്നം US ഈസ്റ്റ് 1 റീജിയണിലാണ് ആരംഭിച്ചത്. ഇൻക്രീസ്ഡ് എറർ റേറ്റ്സ് ആൻഡ് ലാറ്റൻസീസ് എന്നതായിരുന്നു രേഖപ്പെടുത്തിയതും. ന്യൂയോർക്ക് ടൈംസിന്റെ ഗെയിം നിലച്ചു. മക്ഡൊണാൾഡ്സ് ആപ്പിലൂടെയുള്ള ഓർഡറുകൾ തടസ്സപ്പെട്ടു. എയർ ടേബിളിന്റെ പ്രൊഡക്ടിവിറ്റി ടൂളുകളും പ്രവർത്തനരഹിതമായി. ഡൗൺ ഡിക്റ്റേറ്ററിൽ ആയിരക്കണക്കിന് പരാതികൾ കുമിഞ്ഞുകൂടി. AWS ഓരോ 30 മുതൽ 45 മിനിറ്റിലും അപ്ഡേറ്റുകൾ നൽകാമെന്ന് അറിയിച്ചിരുന്നു. എങ്കിലും പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ എത്ര സമയം വേണ്ടിവരും എന്ന് വ്യക്തമല്ല. ഒരു കാലത്ത് വൈദ്യുതി പോയാൽ ലോകം നിശ്ചലമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്റർനെറ്റ് പോയാൽ അതാണ് ഇരുട്ട്. അതുകൊണ്ട് തന്നെ പതിവ് പോലെ സൈബർ ലോകം ശാന്തമായി ഇരുന്നില്ല. സോഷ്യൽ മീഡിയ മുഴുവൻ ഈ സംഭവത്തെപ്പറ്റി ട്രോളുകളും രസകരമായ പ്രതികരണങ്ങളും നിറഞ്ഞു. എന്നാൽ ട്രോളുകൾക്കപ്പുറം ഈ സംഭവം ഒരു പ്രധാന മുന്നറിയിപ്പാണ്. എല്ലാ സേവനങ്ങളും ഒരൊറ്റ ക്ലൗഡ് ദാതാവിന്മേൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് അപകടകരമാണ് എന്ന മുന്നറിയിപ്പ്. ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കമ്പനികൾക്ക് ബാക്കപ്പ് സെർവർ, മൾട്ടി ക്ലൗഡ് സ്ട്രാറ്റജി, ഫെയിൽ സേഫ് സിസ്റ്റം തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ആമസോൺ പോലുള്ള ഏകാധിപത്യ ക്ലൗഡ് കമ്പനികളെ ആശ്രയിക്കുന്നതിനു പകരം ടെക്നോളജിയിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കണമെന്ന ചർച്ചകൾ ഇതിനകം തന്നെ യൂറോപ്പിൽ ഉയർന്നു കഴിഞ്ഞു. ബ്രസൽസിൽ ഡിജിറ്റൽ സ്വാതന്ത്ര്യം എന്ന ആശയത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ക്ലൗഡ് സേവനങ്ങൾ അടക്കമുള്ള വിഷയങ്ങളാണ് അജണ്ട. ഈ ആഴ്ചയോടെ യൂറോപ്യൻ നേതാക്കൾ ഉന്നതതല സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അതിനൊരു ഹേതു കൂടിയായി ഇന്നത്തെ ഈ പണിമുടക്കും.